തെലുങ്കിലെ ലീഡ് ഹീറോയായ ചിരഞ്ജീവിയുടെ മകൻ എന്ന ലേബലിൽ സിനിമയിലേക്ക് വരിക. എന്നാൽ പിന്നീട് രണ്ടാമത് ചെയ്ത സിനിമ തന്നെ അവിടുത്തെ ഇൻഡസ്ട്രി ഹിറ്റാക്കി മാറുക. ഒരുപക്ഷെ ഈ റെക്കോർഡ് ഉള്ളത് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ രാംചരന് മാത്രമായിരുന്നു. കരിയറിന്റെ തുടക്കത്തിൽ ഒരുപാട് അവമാനങ്ങൾ ഇതേ രാംചരനും ഫേസ് ചെയ്തിരുന്നു. വെറും നെപ്പോക്കിഡ് ആണ്, അഭിനയിക്കാൻ അറിയില്ല, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ. എന്നാൽ 2018 റിലീസായ രംഗസ്ഥലം എന്ന സിനിമയിലൂടെ മികച്ച ഒരു ആക്ടറാണ് എന്നൊരു പേര് കൂടി രാംചരൻ നേടിയെടുത്തു. അങ്ങനെ കേരളത്തിലടക്കം ഒരുപാട് ഫാൻ ബേസ് രാംചരൻ നേടി. അങ്ങനെയുള്ള രാംചരന്റെ കരിയറിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ രാംചരന്റെ സിനിമ ഏതാണെന്ന് കമന്റ് ഇട്ട് ഇപ്പോൾ റിലീസായ ഗെയിം ചേഞ്ചറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. രാംചരന്റെ കരിയർ തുടങ്ങുന്നത് 2007 2007 റിലീസായി പൂരി ജഗന്നാഥ് എന്ന തെലുങ്കിലെ ഒരു വൻ മാസ് കൊമേഴ്ഷ്യൽ ഡയറക്ടർ സംവിധാനം ചെയ്ത ആദ്യ സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ സിനിമ. ചിരിത എന്ന ഈ സിനിമ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററായി അവിടെ മാറിയില്ല. എന്നാൽ പോലും രാംചരൻ കരിയറിൽ വരവറിയിച്ച സിനിമ ഇതായിരുന്നു. പ്രകാശ് രാജ്, നേഹ ശർമ്മ, രാംചരൻ തുടങ്ങിയ രാജ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഈ സിനിമയ്ക്ക് കേരളത്തിൽ റിലീസ് ഉണ്ടായിരുന്നില്ല. ഈ സിനിമ ബോക്സ് ഓഫീസിൽ അത്ര വലിയ വിജയമായി മാറിയ സിനിമയും കൂടിയായിരുന്നു. പിന്നീട് ഏകദേശം 2 വർഷത്തോളം രാംചരൻ കരിയറിൽ നിന്നും ബ്രേക്ക് എടുത്ത് ചെയ്തത് ഒരു വൻ സംഭവമായി. സാക്ഷാൽ സൂര്യ റിജക്ട് ചെയ്ത മഗധീര എന്ന സിനിമ. കഴിഞ്ഞോ ഷേർ ഖാൻ, അതോ ഇനിയും ഒരു 100 കേരളത്തിൽ ധീര എന്ന പേരിലും ഈ സിനിമ റിലീസിന് വന്നു. സാക്ഷാൽ രാജമൗലി സംവിധാനം ചെയ്ത് തെലുങ്കിലെ അതുവരെ ഉണ്ടാകുന്ന എല്ലാ ബോക്സ് ഓഫീസ് കളക്ഷനും തകർത്തെറിയ സിനിമയായിരുന്നു ഇത്. സഫലമാകാത്ത നിന്റെ പ്രണയം സാക്ഷാത്കരിക്കാൻ ഈ ആകാശം പിളർന്ന് പുനർജന്മമെടുത്ത് നീ വീണ്ടും വരും ഭൈരവ, നീ പുനർജന്മമെടുത്ത് വരും ഭൈരവ. ഒരു പുനർജന്മം കോൺസെപ്റ്റ് ഒക്കെ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ വളരെ മികച്ച രീതിയിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് അവതരിപ്പിക്കാനും ഇതേ രാംചരനെ കൊണ്ടായി. രാംചരൻ ഈ സിനിമയിൽ ചെയ്ത 2 വേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന ക്യാരക്ടർ ആയിരിക്കാം നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക. ആ സിനിമയിലെ ചില സീനുകളൊക്കെ നമുക്ക് ഇന്നും വളരെ ഇഷ്ടമാണ്. ഈ സിനിമയുടെ ഗാനങ്ങളും കേരളത്തിൽ വൺ ട്രെൻഡ് സെറ്ററായി മാറിയാണ്. എന്തായാലും രാംചരന്റെ കരിയറിലെ എടുത്തു പറയാവുന്ന ഒരു വേഷമായിരുന്നു ഇതേ മഗധീര എന്ന സിനിമ. രാംചരൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതേ രാജമൗലിക്കൊപ്പം സിനിമ ചെയ്തത് മറ്റൊരു ചരിത്രമായി മാറി. എന്തായാലും ധീര എന്ന സിനിമയിലൂടെ കേരളത്തിലും ഒരു വലിയ ട്രെൻഡ് ഉണ്ടാക്കാൻ രാംചരനെ കൊണ്ടായി. പിന്നീട് 2010 റിലീസായ ഓറഞ്ച് എന്ന സിനിമ കേരളത്തിൽ അന്ന് റിലീസായില്ല. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം 2012 ഓറഞ്ച് എന്ന ഈ സിനിമ ഡബ് ചെയ്ത് മലയാളത്തിലേക്ക് വന്നു. ഈ സിനിമയുടെ പേര് ഹായ് രാംചരൺ എന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ നിന്ന് യാതൊരു ഓളവും ഉണ്ടാക്കാതെയാണ് കേരളത്തിൽ നിന്ന് പോയത്. ഭാസ്കർ സംവിധാനം ചെയ്ത് രാംചരൺ, തേജ, ജെനീലിയ ഡിസൂസ തുടങ്ങിയവരായിരുന്നു സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. പിന്നീട് റിലീസായ സിനിമ 2012 റിലീസായ രക്ഷ എന്ന സിനിമയായിരുന്നു. ആയുധങ്ങളുമായി നിന്ന സെക്യൂരിറ്റിയുടെ നടുവിൽ വെച്ച് ലെറ്റർ തന്നപ്പോ നിന്റെ ധൈര്യം എനിക്ക് ഇഷ്ടം. അജ്മൽ അമീർ, തമന്ന, രാംചരൻ തുടങ്ങിയവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. രക്ഷ എന്ന സിനിമ ഇത് ശരിക്കും വേണ്ടി തെലുങ്ക് വെർഷന്റെ പേര് രക്ഷ എന്നാണ്. ഈ സിനിമയും കേരളത്തിൽ അത്യാവശ്യം ഓണം ഉണ്ടാക്കിയായിരുന്നു. അതിന്റെ പ്രധാന കാരണം രാംചരൻ അല്ല, ഈ സിനിമയിൽ തമന്നയാണ് നായികയായി വന്നത്. തമന്നയുടെ ഗ്ലാമറസ് ആയ ഒരുപാട് സീനുകളും സോങ്ങുകളും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കേരളത്തിൽ ഓളം ഉണ്ടാക്കിയത്. എന്നാൽ പോലും ഈ സിനിമയിൽ നായകനായി വന്ന രാംചരനെ എല്ലാവരും ശ്രദ്ധിച്ചു. ഈ സിനിമയിൽ അജ്മൽ അമീറും ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പക്ക തെലുങ്ക് മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ രീതിയിലാണ് ഈ സിനിമ ഒരുക്കി വെച്ചത്. എന്റെ വീട്ടിൽ കയറുവെന്ന് എനിക്ക് ഫ്ലവർ തന്നപ്പോ നിന്റെ ചങ്കുറ്റ എനിക്ക്. പിന്നീട് 2013 2 സിനിമകൾ റിലീസായിരുന്നു. ഇവയിൽ ആദ്യ സിനിമ നായക് എന്ന സിനിമയായിരുന്നു. നായക് എന്ന ഈ സിനിമയിൽ രാംചരൻ ഡബിൾ റോളിലാണ് വന്നത്. അമല പോൾ, കാജൽ അഗർവാൾ എന്നീ 2 നായികമാർ ഇതേ സിനിമയിലുണ്ടായിരുന്നു. ഇതുകൂടാതെ ഈ സിനിമയിലെ ബ്രഹ്മാനന്ദത്തിന്റെ കോമഡി സീനുകളും കേരളത്തിൽ അത്യാവശ്യം ട്രെൻഡ് സെറ്ററായി മാറി. ശരിക്കും പറഞ്ഞാൽ രാംചരന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ലുക്കിൽ കണ്ട സിനിമ കൂടിയാണ് ഇതും എന്നുകൂടി നമുക്ക് പറയാം. കൽക്കട്ട സ്റ്റൈൽ അടിയൊന്നും ശരിയാവില്ല, നല്ല ഒന്നാന്തരം നാടൻ അടിയായിരുന്നു.
തെലുങ്കിലെ തന്നെ വൻ കൊമേഴ്ഷ്യൽ ഡയറക്ടറായ വി വിനായക് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. എന്തായാലും ഈ സിനിമയും ബോക്സ് ഓഫീസിൽ തെലുങ്കിൽ വൻ വിജയമായെങ്കിലും കേരളത്തിൽ ഹിറ്റായി മാറി. പിന്നീട് സഞ്ജീർ എന്ന സിനിമ കൂടി റിലീസായി. ഈ സിനിമ ഹിന്ദിയിലും തെലുങ്കിലും ഒരേ സമയം റിലീസായ സിനിമയായിരുന്നു. സിനിമയിൽ രാം ചരൺ, പ്രിയങ്ക ചോപ്ര, സഞ്ജയ് ദത്ത് തുടങ്ങി വലിയൊരു താരനിരയും ഉണ്ടായിരുന്നു. സഞ്ജീർ എന്ന ഈ ഹിന്ദി സിനിമ വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ മറ്റൊരു ഹിന്ദി സിനിമ റീമേക്ക് ആയിരുന്നു. എന്തായാലും ഈ സിനിമ ഹിന്ദിയിൽ ഒരു വലിയ ഹിറ്റായി മാറി. തെലുങ്കിൽ ഇതിന്റെ വെർഡിക്റ്റ് കറക്റ്റായിട്ട് അറിയില്ല. പിന്നീട് 2014 2 സിനിമകളാണ് റിലീസായത്. ഇവയിൽ ആദ്യ സിനിമ എവഡു എന്ന സിനിമയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മഗധീരയ്ക്ക് ശേഷം അല്ലെങ്കിൽ ധീരയ്ക്ക് ശേഷം ഏറ്റവും അധികം കേരളത്തിൽ ഓളം ഉണ്ടാക്കിയ രാംചരൺ സിനിമ അടുത്തതായി റിലീസിന് വന്ന ബയ്യയായിരുന്നു. ബയ്യ എന്ന് മലയാളത്തിൽ പറയാം, എന്നാൽ തെലുങ്കിൽ ഇതിന്റെ പേര് എവഡു. വംശി ബാടപ്പള്ളി സംവിധാനം ചെയ്ത ഈ സിനിമയിലെ അല്ലു അർജുന്റെ ക്യാമിയോ റോളും വലിയൊരു ഇമ്പാക്ട് ആണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇവര് വന്നത് എനിക്ക് വേണ്ടി ആയിരിക്കില്ല, ഈ മുഖത്തിന് വേണ്ടി ആയിരിക്കും. ആരായിരിക്കും ഇവൻ? അതായത് അല്ലു അർജുൻ ക്യാമിയോ റോളിൽ വരുന്നു എന്നതുകൊണ്ട് തന്നെ സിനിമ വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ധീരയിലെ നായകൻ എന്നൊരു പേരായിരുന്നു അതുവരെ രാംചരൺ ഉണ്ടായത്. എന്നാൽ രാംചരൺ എന്ന ഒരു ഹീറോയെ നമ്മൾ കൂടുതൽ ആരാധിക്കാൻ തുടങ്ങിയത് ഇതേ എവിടെ എന്ന സിനിമയിലായിരുന്നു. ഇന്ന് ഞാനിവിടെ വന്നു, നാളെ മറ്റൊരുത്തരായിരിക്കും ഇവിടേക്ക് വരുന്നത്. ഇനി 1000 പേര് നിന്നോട് ചോദിക്കാൻ ഇവിടെ വന്നിരിക്കും. അപ്പൊ നീ എന്ത് ചെയ്യൂടാ? ശരിക്കും പറഞ്ഞാൽ ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ഇമ്പാക്റ്റും ഈ സിനിമയ്ക്ക് ഇല്ല. എന്നാൽ പോലും കൊമേഴ്ഷ്യലി വലിയൊരു ഹിറ്റായിട്ടാണ് ഈ സിനിമ അന്ന് മാറിയത്. ഈ എവിടെ എന്ന സിനിമയിൽ അല്ലു അർജുൻ ചെയ്ത ക്യാമിയോ റോളിനേക്കാൾ ഇമ്പാക്ട് ശരിക്കും പറഞ്ഞാൽ രാംചരൺ ഉണ്ടാക്കുന്നതായി. കാജൽ, കൃപ, സുധീഹാൻ തുടങ്ങി വലിയൊരു താരനിരയും ഉണ്ടാക്കുന്ന ഈ സിനിമ കേരളത്തിലും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടാണ് അന്ന് മാറിയത്. പിന്നീട് 2014 റിലീസായ സിനിമയായിരുന്നു ഗോവിന്ദുഡു അന്തരിവാടലെ. ഈ സിനിമ ഒരുപക്ഷെ നമ്മൾ ഈ പേര് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. എന്നാൽ മലയാളത്തിൽ ഈ സിനിമയ്ക്ക് മറ്റൊരു പേരാണ് ഏകലവ്യ. മലയാളത്തിൽ ഏകലവ്യ എന്ന പേര് റിലീസായ ഈ സിനിമയിൽ രാംചരൺ, കാജൽ അഗർവാൾ, ശ്രീകാന്ത് തുടങ്ങി ഒരുപാട് പേരുണ്ടായിരുന്നു. എന്തായാലും ഈ സിനിമ കേരളത്തിൽ വലിയ വിജയമായില്ലെങ്കിലും തെലുങ്കിലെ ഒരു വമ്പൻ ഹിറ്റായാണ് അന്ന് മാറിയത്. പിന്നീട് 2015 റിലീസായ ബ്രൂസ് ലീ ദ ഫൈറ്റർ എന്നൊരു സിനിമ കൂടി വന്നു. 2015 റിലീസായ ബ്രൂസ് ലീ എന്ന സിനിമ കേരളത്തിൽ വലിയ ഓളം ഉണ്ടാക്കിയില്ല. എന്നാൽ ഈ സിനിമയിൽ ചിരഞ്ജീവിയുടെ ക്യാമിയോ റോള് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ വലിയ ഓളം ഉണ്ടാക്കി. സിനിമ അവിടെയും വലിയൊരു ഫ്ലോപ്പായിട്ടാണ് മാറിയത്. എന്നാൽ പോലും ഈ സിനിമയിൽ ചിരഞ്ജീവിക്ക് അദ്ദേഹത്തിന്റെ മാസ് സിനിമകളിൽ നിന്ന് കുറെ കാലമായി കിട്ടാതിരുന്ന ഒരു ഓറഞ്ച് സ്വാഗം ഉണ്ടായിരുന്നു. ഈ സീനൊക്കെ പിന്നീട് വലിയ ട്രോൾ മെറ്റീരിയലായി നമ്മുടെ മലയാളം ഇൻഡസ്ട്രി മാറി. എന്നാൽ പോലും ഈ ഒരു ഇൻട്രോ സീനിന് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ തെലുങ്ക് ഇൻഡസ്ട്രി സാധിച്ചു. സീനു വൈറ്റ്ലെ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. രാംചരൺ, അരുൺ വിജയ്, രാഹുൽ പ്രീത് സിംഗ് തുടങ്ങിയവരായിരുന്നു സിനിമയിലെ കഥാപാത്രം. నీ గురించి వెతుకుతుంటే నువ్వే డైరెక్ట్ గా వచ్చావు. പിന്നീട് 2016 ധ്രുവ എന്ന സിനിമ റിലീസായത്. സുരേന്ദ്ര റെഡ്ഡി ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. 2016 റിലീസായ ധ്രുവ എന്ന സിനിമ തമിഴിൽ റിലീസായ തനിയൊരുവന്റെ റീമേക്ക് ആയിരുന്നു. ഈ തനിയൊരുവൻ സിനിമയിലെ സിദ്ധാർത്ഥ അഭിമന്യു എന്ന ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ നായകന് മേലെ നിന്നത്. തെലുങ്കിലേക്ക് പോയപ്പോൾ യാതൊരു മാറ്റവും വരുത്താതെ അതേ ഇമ്പാക്റ്റോടെ ഇതേ വില്ലനെ പ്രസന്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നായകന് മേൽ വില്ലൻ ഹീറോ ആയി മാറിയ തെലുങ്കിലെ മികച്ച സിനിമകളിലൊന്നാണ് ഇതേ ധ്രുവ എന്ന സിനിമ. അരവിന്ദ് സ്വാമി തന്നെയായിരുന്നു അവിടെയും വില്ലൻ വേഷത്തിൽ വന്നത്. പിന്നീട് 2015 റിലീസായ ഖൈദി നമ്പർ 150 എന്ന ചിരഞ്ജീവിയുടെ സിനിമയിലും ഒരു ക്യാമിയോ റോളിൽ ഇതേ രാംചരനെ നമ്മൾ കണ്ടു. 2015 റിലീസായ ഖൈദി നമ്പർ 150 എന്ന സിനിമ വർഷങ്ങൾക്ക് ശേഷമുള്ള ചിരഞ്ജീവിയുടെ ഒരു കംബാക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കംബാക്കിന് കുറച്ചുകൂടി ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ രാംചരണിനെ വെച്ച് ഈ സിനിമ ചെറിയൊരു ക്യാമിയോ റോൾ നടത്തിയത്. പിന്നീട് 2015 റിലീസായ സിനിമയായിരുന്നു രംഗസ്ഥലം. ഈ അടുത്ത് റിലീസായ പുഷ്പയുടെ സംവിധായകനായ സുകുമാർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇതേ രംഗസ്ഥലം എന്ന സിനിമ. 2018 റിലീസായ രംഗസ്ഥലം എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ രാംചരന്റെ കരിയറിൽ നമ്മൾ ഒരിക്കലും മിസ്സാക്കാതെ കാണേണ്ട ഒരു സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് പുഷ്പയൊക്കെ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും രാംചരന് വെച്ച് ചെയ്ത ഈ രംഗസ്ഥലം എന്ന സിനിമ അന്ന് കിട്ടിയ ബോക്സ് ഓഫീസ് കളക്ഷനെ കൂടുതൽ ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്നുള്ള രാംചരന്റെ റീച്ച് അന്നുണ്ടായിരുന്നെങ്കിൽ ഇതൊരു വലിയ ഹിറ്റായി മാറിയത്. അന്ന് സുകുമാർ ഇത്ര വലിയൊരു ബ്രാൻഡഡ് ഡയറക്ടർ അല്ല, രാംചരൻ ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു വലിയ പാൻഡ് സ്റ്റാറും അല്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയൊക്കെ കേരളത്തിൽ റിലീസിന് വന്നപ്പോൾ ഒറിജിനൽ റിലീസിന് ശേഷം പിന്നീട് മാസങ്ങൾ കഴിഞ്ഞാണ് ഇത് റിലീസിന് വന്നത്.
അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ സിനിമയ്ക്ക് വലിയ ഓളമൊന്നും ഇവിടെ ഇല്ലാത്തത്. അതുകൂടാതെ തന്നെ ലിമിറ്റഡ് സ്ക്രീനിലായിരുന്നു ഈ സിനിമ കേരളത്തിൽ റിലീസിനുള്ളത്. ఈ డబ్బు నాకొద్దండి, ఆయన మా అన్నగారిని చూస్తా ఉంటే చాలా గర్వంగా ఉందండి. അങ്ങനെ ഒരുപാട് റീസൺ കൊണ്ട് കേരളത്തിൽ വലിയ ഓളമുണ്ടായി രംഗസ്ഥലത്തിന് സാഹചര്യം. എന്നാൽ പിന്നീട് ഈ സിനിമ OTT-യിൽ റിലീസായപ്പോൾ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റും വലിയ രീതിയിലുള്ള ഫാൻ ബേസും ഒരുപാട് അപ്രിസിയേഷനും രാംചരൺ ലഭിച്ചു. അതുവരെ വെറും ഒരു എക്സ്പ്രഷൻ മാത്രമുള്ള സ്റ്റാർ എന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിയാക്കലുകൾ രാംചരന് കിട്ടിയിരുന്നു. അതിനെല്ലാമുള്ള മറുപടിയായിരുന്നു രംഗസ്ഥലം എന്ന സിനിമ. ഈ സിനിമയിലെ ആ ക്ലൈമാക്സ് സീനിലൊക്കെ നമ്മൾ കണ്ടു നോക്കിയാൽ വലിയൊരു പെർഫോമൻസ് രാംചരണിൽ നിന്നുണ്ട്. കിട്ടി ബാബു എന്ന ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ രാംചരണിന്റെ കരിയറിലെ ഒരു ട്രേഡ് മാർക്ക് ആയിട്ട് തന്നെ പറയാം. പേഴ്സണലി എന്റെയും ഏറ്റവും ഫേവറേറ്റ് രാംചരണിന്റെ സിനിമയും ഏറ്റവും ഫേവറേറ്റ് സുകുമാറിന്റെ സിനിമയും ഇതേ രംഗസ്ഥലമാണ്. പിന്നീട് 2019 റിലീസായ സിനിമയായിരുന്നു വിനയ വിധേയരാമൻ. രംഗസ്ഥലം അവിടെ ഹിറ്റ് ആയതിന്റെ ഒരു ഓളത്തിൽ നിൽക്കുന്ന സമയത്ത് വലിയ ഹൈപ്പിലായിരുന്നു വിനയ വിധേയരാമൻ സിനിമ റിലീസ് ചെയ്യുന്നത്. ഇന്ന് നിന്നെ കൊണ്ട് ഞാൻ മൂത്രം ഒഴിപ്പിക്കൂടാ. ഈ സിനിമ സംവിധാനം ചെയ്തത് അവിടുത്തെ ഷാജി കൈലാസിന്റെ ലെവൽ ഡയറക്ടറായ ബോയപ്പട്ടി ശ്രീനുമായിരുന്നു. അതായത് നമ്മുടെ ഈ യോദ്ധാവൊക്കെ സംവിധാനം ചെയ്ത യോദ്ധാവിനെയൊക്കെ കൂടുതലായിട്ട് അഖണ്ഡയൊക്കെ പേര് പറയാൻ നമുക്ക് കുറെ കൂടെ എളുപ്പമായിട്ട് അദ്ദേഹത്തിന്റെ പേര് കിട്ടും. അങ്ങനെയുള്ള ഡയറക്ടറിന്റെ ഒരു വൻ ഹൈപ്പിൾ സിനിമ. ഇത് കൂടാതെ ഈ സിനിമയിലെ കാസ്റ്റിംഗും വളരെ വലുതായിരുന്നു. തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രശാന്തും ഹിന്ദിയിൽ നിന്ന് വിവേക് ഒബ്രോയും ഒക്കെ ഈ സിനിമയിലുണ്ടായിരുന്നു. വിവേക് ഒബ്രോയ് ചെയ്ത വില്ലൻ റോളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ ട്രോൾ പറ്റില്ല. എന്തായാലും ഈ സിനിമ ശരിക്കും കണ്ടല്ലോ സൂഫ് ലെവലിലാണ് പൊക്കോണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വലിയ ഓളം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഇത് കൂടാതെ ഒരുപാട് ലോജിക്ലെസ് ആയ സീനുകളുണ്ട്. അങ്ങനെ ഒരുപാട് ട്രോൾ മേടിച്ചു കൂട്ടി എന്നല്ലാതെ ഈ സിനിമയ്ക്ക് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചു. എന്തായാലും ഈ സിനിമയും ബോക്സ് ഓഫീസിന് അന്ന് വലിയ ഡിസാസ്റ്ററായിട്ട് മാറി. പിന്നീട് വലിയൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം 2022 അടുത്ത രാംചരൺ സിനിമ വന്നത്. അതായിരുന്നു RRR. രണം രുദ്രം രൗദ്രം എന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. വലിയൊരു കാത്തിരിപ്പായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി അന്ന് ആരാധകർ നടത്തിയത്. രാംചരണും ജൂനിയർ NTRും ഒന്നിച്ച് സ്ക്രീനിൽ വരുന്നു, അതും സാക്ഷാൽ രാജമൗലിക്കൊപ്പം. ഇതുകൂടാതെ വലിയൊരു താരനിര, പിന്നെ കീർവാണി മ്യൂസിക്, ബാഹുബലിക്ക് ശേഷം എന്ന രാജമൗലി പടം, അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതിന്റെ എല്ലാം റിസൾട്ട് സിനിമ ലഭിച്ചു. ഏകദേശം 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. തെലുങ്ക് ഇൻഡസ്ട്രിയുടെയും കന്നഡയിലെയും എല്ലാം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ താഴ്ത്തിറങ്ങി എല്ലാ ഇൻഡസ്ട്രിയിലും ഇൻഡസ്ട്രി ഹിറ്റായി ഈ സിനിമ മാറി. എന്തായാലും രാംചരന്റെ കരിയറിൽ ഈ സിനിമയ്ക്ക് ഉണ്ടാക്കിയ റീച്ച് വളരെ വലുതായിരുന്നു. എന്നാൽ പിന്നീട് അടുത്ത സിനിമയിലൂടെ ആ ഒരു റീച്ചിന് വലിയ ഡൗൺഫാളും ഉണ്ടായി. പിന്നീട് അതേ വർഷം തന്നെ ആചാര്യ എന്നൊരു സിനിമ കൂടി റിലീസായി. RRRന്റെ വലിയ ഹിറ്റിലൂടെ വലിയൊരു സ്റ്റാറായി നിൽക്കുന്ന സമയത്തായിരുന്നു ആചാര്യ എന്ന ചിരഞ്ജീവി സിനിമ ഇറങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ചിരഞ്ജീവിക്ക് ഒരു നല്ല സിനിമ എന്ന രീതിയിലായിരുന്നു കൊരട്ടാള ശിവ ഈ സിനിമ ഉണ്ടാക്കി വെച്ചത്. എന്നാൽ പിന്നീട് പല സ്ക്രിപ്റ്റുകൾ നടത്തിയ മാറ്റങ്ങളോടെ ഈ സിനിമയിൽ ജസ്റ്റ് ഒരു ക്യാമിയോ റോളിൽ വരാൻ നിന്ന രാംചരണിനെ ഒരു ലീഡ് ഹീറോ ആക്കി മാറ്റി. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ച് ഈ സിനിമയിൽ രാംചരണിന്റെ ക്യാരക്ടറിനെ തന്നെ വളരെ അലമ്പാക്കി മാറ്റി. അങ്ങനെ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ഡിസാസ്റ്ററായി മാറി. ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസറിന് വലിയ നഷ്ടമാണ് ഈ സിനിമ ഉണ്ടാക്കി കൊടുത്തത്. ചിരഞ്ജീവിയുടെ കരിയർ തന്നെ വലിയ ഡൗൺഫോളിലേക്ക് ആ സമയത്ത് മാറുകയാണ്. പിന്നീട് കിസിക്ക ബായ് കിസിക്ക ജാൻ എന്ന ഹിന്ദി സിനിമ, അത് നമ്മുടെ വീരം എന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് ആയിരുന്നു. എന്തായാലും സൽമാൻ ഖാൻ നായകനായ ഈ സിനിമയിൽ ഒരു സോങ്ങിൽ മാത്രം നമുക്ക് രാംചരണിനെ കാണാൻ സാധിക്കും. എന്തായാലും ആചാര്യ ഉണ്ടാക്കിയെടുത്ത ഒരു ആഘാതത്തിന് ശേഷം പിന്നീട് റിലീസാകുന്ന സിനിമയാണ് ഇപ്പോൾ റിലീസായി ഗെയിം ചേഞ്ചർ. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അത് നിങ്ങൾ തന്നെ പറയാം. സിനിമ കണ്ടവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം മസ്റ്റ് ആയിട്ടൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടിട്ട് പോകണേ. രാംചരന്റെ കരിയറിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.